ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങൾക്ക് വിജയം നൽകുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. വിജയം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും ആ കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മെ ഉയർത്തുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കാം. വിജയം നൽകുന്ന ദൈവം കൂടെയുള്ളപ്പോൾ ഏത് പ്രശ്നമോ ശത്രുവോ നമുക്ക് മറികടക്കാൻ കഴിയാത്ത അത്ര ശക്തരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കഷ്ടപ്പാടിനും അനീതിക്കും അവസാന വാക്ക് ഇല്ലെന്ന് തെളിയിക്കുന്നതിനാൽ വിജയം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രത്യാശ നൽകുന്നു. വിജയം നൽകുന്ന കർത്താവിൻ്റെ പരമോന്നത അധികാരത്തെ നാം അംഗീകരിക്കുമ്പോൾ നമ്മിൽ താഴ്മയും എളിമയും ഉണ്ടാകുന്നതാണ്. നമുക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയാത്ത യുദ്ധങ്ങളിൽ, പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം സ്വീകരിക്കുന്നതിനുള്ള വാതിൽ തുറക്കപ്പെടുന്നു. വിജയം നൽകുന്ന ദൈവത്തെ നാം അംഗീകരിക്കുമ്പോൾ സത്യത്തിൽ നാം യോജിച്ചു നിൽക്കുന്നു. സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നത് നിർത്താനും പകരം ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു ശക്തിയിൽ, ഒരു വ്യക്തിയിൽ ആശ്രയിക്കാനും ഇത് നമ്മെ അനുവദിക്കുന്നു. ഇന്ന് നാം പോകുന്ന കാര്യങ്ങളിൽ കർത്താവ് ഇടപെട്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമുക്ക് സമാധാനവും വിജയവും നേടിത്തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച് ഇന്നത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 46, 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വരുവിൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ. അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ. അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു. അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു. രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ്, ഞാൻ ഭൂമിയിൽ ഉന്നതനാണ്. സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവ്, വിജയം നൽകുന്ന ദൈവമേ, മഹോന്നതനായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച് വിളിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകി എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകാൻ നീ ഞങ്ങളെ വിജയിപ്പിക്കണമേ. ഞങ്ങളുടെ ശത്രുവിനോട് നീ പൊരുതി ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ കരുണയും വിജയവും സമാധാനവും കൂടെയുള്ളപ്പോൾ ഏത് പ്രശ്നങ്ങളോ ശത്രുക്കളോ ഞങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്തത്ര ശക്തമല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, കഷ്ടപ്പാടിനും അനീതിക്കും ഒരു അറുതി വരുത്തി നീ ഞങ്ങൾക്ക് എല്ലാവരിൽ നിന്നും വിജയം നേടണമേ. എപ്പോഴും ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, നീ അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രതീക്ഷയെ വർദ്ധിപ്പിച്ച്, നിന്നിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിച്ച്, എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളപ്പോൾ, വിജയം നൽകാൻ കർത്താവ് കൂടെയുള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടണം, എന്തിനെ ഭയപ്പെടണം എന്ന് സ്വന്തമായി നമുക്ക് ചോദിക്കാം. വിജയം നൽകുന്ന കർത്താവ് നിന്റെ ആഗ്രഹങ്ങൾക്ക് എതിര് നിൽക്കുകയില്ല. നിന്നെ യഥാർത്ഥ വഴിയെ നടത്തുവാനും അവിടെ നിന്നെ വിജയം നൽകി മഹത്വപ്പെടുത്തുന്നതിനും
കർത്താവിന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും സമർപ്പിക്കുക. കർത്താവ് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുന്ന സമയമാണ്. എല്ലാവർക്കും ഇന്ന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്മയോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കാണാൻ, എന്നെ കേൾക്കാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ അറിയാൻ നീ മാത്രമേ ഉള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ മുൻപിൽ നമുക്ക് മുട്ടുമടക്കാം. കർത്താവ് നമുക്ക് വേണ്ടി സകലതും ചെയ്തിരിക്കുന്നു. അത് നാം വിശ്വസിക്കുക. നമ്മുടെ വിശ്വാസം വഴി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുക്കാൻ സാധിക്കും. ദൈവമേ, പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൽസമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 ചെവിയും കേൾക്കാൻ വയ്യാതെ വേദനിക്കുന്ന ഈ മകളുടെ മേൽ നീ കരുണ തോന്നി ചെവികളെ തുറന്ന് ചെവി കേൾക്കാൻ തക്കവണ്ണം ഈ മകളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് പരീക്ഷയുള്ള മക്കളെ സമർപ്പിക്കുന്നു. വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് കർത്താവേ, നീ കൂടെയിരുന്ന് അവരെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആരൊക്കെ ഈ ചാനലിൽ കൂടി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടോ അവർക്കെല്ലാം വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. വിജയം നൽകുന്ന ദൈവമേ, പരമപരിശുദ്ധനായ ദൈവമേ, നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ഇന്ന് മാറ്റി തീർക്കണമേ. ഇന്ന് അങ്ങയുടെ സാക്ഷികളാകാൻ വീടിനകത്തും പുറത്തും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലും അങ്ങയുടെ സാക്ഷികളാകുവാൻ ഞങ്ങളെ കൃപ തരണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി സാക്ഷികളാകുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ദൈവാനുഗ്രഹങ്ങളാലും നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കട്ടെ. ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ വിധിയുണ്ടാകുന്നതിനും കർത്താവിൽ ആനന്ദിക്കുന്നതിനും ഇന്ന് നമുക്ക് സാധിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി അർപ്പിച്ച് ഇന്നത്തെ ദിവസം സന്തോഷമായി ജീവിക്കാം, പ്രവർത്തിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.